മെക്സവനൊക്കെ കഴിഞ്ഞ് കുറച്ച് ആളുകളെ പരിചരിക്കാനുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ലില്ലി. 4-5 വർഷമായിട്ട് നമ്മളെ കൂടെ ഉള്ളതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം എന്ത് ചെയ്യണം, ഇവർ ശരിക്ക് വൈറസ് അതായത് ആൻറ്റി ബാക്ടീരിയൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് കുളിപ്പിക്കണം. അപ്പോൾ അതാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാമ്പു എന്ന് പറഞ്ഞാൽ നല്ല വെള്ളത്തിലേക്ക് കലക്കിയതിന് ശേഷം ഷാമ്പു ഒരു നേരത്ത് ശരിക്കും ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അങ്ങനെ ഇവരെ നിർത്തണം. ആ ഷാമ്പു വരെ മേത്ത് ഒരു ശരീരത്തിൽ ഒരു 10 മിനിറ്റ് നിന്നതിന് ശേഷമാണ് നമ്മൾ ശരിക്കും അവരെ കുളിപ്പിക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും ഷാമ്പു തേച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആളെ കൊണ്ടുവരാം. ഇനി അടുത്തത് ഇവനാണ് കുളിപ്പിക്കുന്നത്. ഇവന് നല്ല ഹെയറുള്ളതാണ്, നല്ല തിക്നെസ് ഹെയറുള്ള ആളാണ്. ഇവനെന്തിനെ ഇതൊക്കെ ചിലയതാണ്. നല്ല ഷാമ്പു തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇവനെ വെക്കണം, എന്തെങ്കിലും പിന്നെ ഇതൊക്കെ പോവുള്ളൂ. ശ്രദ്ധിക്കേണ്ടത് ഇവരെ ചെവിയിൽ മൂക്കിലൊന്നും ഈ ഷാമ്പു ആവാൻ പാടില്ല. കാരണം അത് അവർക്ക് അപകടം വരും. ചെവിൻ്റെ ഉള്ളിലേക്ക് ഈ വെള്ളമോ ഷാമ്പു ഇറങ്ങാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ തല പൊന്തിച്ച് പിടിച്ചിട്ട് വേണം ബാക്കി ഭാഗങ്ങളൊക്കെ ശരിക്കും ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അടുത്ത് കുടിപ്പിക്കാനുള്ളത് ഇവളാണ്. ഇത് ഫീമെയിലാണ്. നല്ല രസമുള്ള ഒരു കളറാണ്. കണ്ട പൂച്ചയാണെന്ന് വിചാരിക്കില്ല, അതിൻ്റെ ഇത്രയ്ക്ക് ഭംഗിയാണ്. ഓക്കെ, നമുക്ക് ഇവളെയും ഷാമ്പു തേക്കാം. ഇപ്പോൾ ഷാമ്പൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കോലം എങ്ങനെയാണ്, ഈ രോമൊക്കെ ശരിക്കും ഇങ്ങോട്ട് അള്ളി പിടിച്ചിരിക്കും. ഓക്കെ, ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരൊക്കെ നമുക്ക് നല്ല കുളിപ്പിച്ച് തോത്തി നല്ല വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷാവും. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വേണം ശരിക്കും വെള്ളം ഒഴിച്ച് കുളിപ്പിക്കുകയാണ്. ഓക്കെ, ഇവിടെ ശരിക്കും എന്ത് ചെയ്യണം, നല്ല വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് ശരിക്കും നമ്മൾ തോത്തി കൊടുക്കണം. ഇത് പ്രത്യേകം ക്ലീൻ ആക്കേണ്ടത് നമ്മുടെ ചെവി, അവരുടെ ചെവിൻ്റെ ഉൾഭാഗം, അതുപോലെ തന്നെ കണ്ണ്. ഒക്കെ നല്ല രീതിയിൽ തോത്തി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ 3 പേരെയും കുളിപ്പിച്ച് കഴിഞ്ഞു. ശ്രദ്ധിക്കേണ്ടത് ഇവരെ നഖം നമ്മുടെ ദേഹത്ത് തട്ടാതെ നോക്കണം. അതുപോലെ തന്നെ ഇതുപോലെ നല്ല വെയിലുള്ള സമയത്ത് വേണം കുളിപ്പിക്കാൻ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഫ്രഷ് ആകാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹീറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നല്ല വെയിലുള്ള സമയം നോക്കിയിട്ട് കുളിപ്പിച്ചതാണ്. നല്ല തോത്തി കൊടുക്കണം, നല്ല വൃത്തിയുള്ള തുണിയിൽ വെച്ചിട്ട് നല്ല തോത്തി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവരെ കണ്ണിൻ്റെ പീളക്കുഴികൾ, അതുപോലെ തന്നെ ചെവിയുടെ ഉൾഭാഗം ഒക്കെ നല്ല രീതിയിൽ നമ്മൾ തോത്തി കൊടുക്കണം. ഇതുപോലത്തെ ചെറിയ ഉണ്ണികളൊക്കെ ഉണ്ടാവും, ഒരു ജീവിയാണ്, ഇതൊക്കെ എടുത്തു കൊടുക്കണം.